അങ്ങനെ ഉണക്ക സമയത്ത് വാഴവിത്ത് നടുവാണ്. ആദ്യം ഇച്ചിരി മണ്ണിട്ടു, പിന്നെ 1/4 ഡപ്പ ചാരപ്പൊടി, പിന്നെ 3/4 ഉണക്ക ചാണകപ്പൊടി. ഉണക്കലും ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം ഉണക്കലേ ഇടാവൂ, അല്ല ഫുള്ളായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണെങ്കിൽ ചേരത്തില്ല മണ്ണുമായിട്ട്. 3/4 ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ഇത് ഇടുക. ആദ്യം മണ്ണ് കുറച്ചിട്ടു, പിന്നെ കുറച്ച് മണ്ണിട്ടു, അത് നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇടുക, പിന്നെ മണ്ണിടുക, പിന്നെ നമ്മൾ കുറച്ചിട്ടു, പിന്നെ കുറച്ച് മണ്ണിടുക, മിക്സ് ചെയ്തു, പിന്നെ കുറച്ച് മണ്ണ് ഇട്ടു, പിന്നെ ഇച്ചിരി മണ്ണിട്ടു, വീണ്ടും കുറച്ചുകൂടെ ഇടുക. എന്നിട്ട് നമ്മൾ മണ്ണിടുന്നു, മണ്ണിട്ട് വെച്ച് പിന്നെ കുറച്ചിടുന്നു, അങ്ങനെ മണ്ണിടുന്നു. അങ്ങനെ മണ്ണിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കുക. കണ്ടില്ലേ, ഉണക്ക സമയത്ത് അങ്ങനെ ഏത്തവാഴ നടുന്ന രീതിയാണിത്. ഉണക്ക സമയത്ത് ഏത്തവാഴ നടുന്ന ഒരു രീതിയാണ് ഇത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏത്തവാഴ ശക്തിയായിട്ട് കയറി വരും. ഇതുപോലെ ശരിക്കിളക്കണം. ശരിക്കിളക്കി ജോയിൻറ്റിങ് ആവണം. എന്നിട്ട് ഇടയ്ക്ക് ചെറിയൊരു കുഴി ചെറുതായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വാഴവിത്ത് വെക്കുക. ഉണ്ടോ? അപ്പോൾ ഈ വാഴവിത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ള വേരൊക്കെ നമ്മൾ കണ്ടിച്ച് കളയണം. ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെ നേരെ നിർത്തണം, മണ്ണിട്ട് കൊടുത്ത്. അപ്പം 3/4 ഡപ്പ ചാണകപ്പൊടി, അത് പാതി ഉണങ്ങിയതാണ്. 1/4 ഡപ്പ ചാരം, പിന്നെ മണ്ണ്, ഇത്രയും മിക്സ് ചെയ്തിട്ട് അവസാനം ഇതുപോലെ വാരി മണ്ണിടുക. കല്ലൊന്നും കിടക്കരുത്. കല്ല് കിടന്നു കഴിഞ്ഞാൽ വേര് ഓർത്തില്ല. കല്ല് കിടന്നു കഴിഞ്ഞാൽ വേര് ഓർത്തില്ലേ. കണ്ടോ? കല്ല് കിടന്നു കഴിഞ്ഞാൽ വേര് ഓർത്തില്ല. കല്ലെല്ലാം ഇങ്ങനെ വരും. കല്ലൊക്കെ മാറ്റുക, മണ്ണ് മാത്രമേ ഇടാവൂ. അങ്ങനെ മേൽമണ്ട സ്വല്പം മൂടിക്കിടക്കണം. കണ്ടോ? അപ്പം മണ്ടഭാഗം ഇട്ടുമ്പോൾ ഇപ്പോൾ ലാസ്റ്റിലെ കരിയില ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത്രയേ ഉള്ളൂ പരിപാടി. പുതിയ ഒരു രീതിയിലിപ്പം ഏത്തവാഴ നടുന്ന രീതിയാണിത്. 2 കൊല്ലം കൂടെ കഴിക്കുന്ന തെങ്ങിൻ തൈ നടാൻ പോവാണ്. ഇപ്പം 1 കിലോ വേപ്പൻ പിണ്ണാക്ക് ഇട്ടു, പിന്നെ ഇതേല 1 കിലോ ഇട്ടു, ഓർഗാനിക് 1 കിലോ ഇട്ടു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുവാണ്. എല്ലുപൊടിയ രണ്ടും ഓരോ കിലോ വീതം ഇട്ടു മിക്സ് ചെയ്യുക. ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്യണം. രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈയാണ് നടാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് മണ്ണ് ഇളക്കിയിട്ടു. 2 അടി വീതിയുള്ള കുഴിയാണ്, നീളമുണ്ട്. അങ്ങനെ മണ്ണിട്ടു. നമ്മൾ മിക്സ് ചെയ്ത വളം പിന്നെ മണ്ടയിലിട്ടു. മണ്ണുമായിട്ട് ഇളക്കുവാണ്. ശരിക്കും ഇളക്കി കൊടുക്കണം. അതായത് തെങ്ങിൻ തൈ ശരിക്ക് പിടിക്കണം. കണ്ടോ, ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്ക് ഇളക്കി കൊടുത്ത് അടിവേര് കിളിക്കുന്ന അടിയിലോട്ടും പോകണം, സൈഡിലോട്ടും പോകണം. അതേ രീതിയിൽ പിടിക്കാം. അങ്ങനെ നമ്മൾ തെങ്ങിൻ തൈ നടാൻ പോവുകയാണ്. തെങ്ങിൻ തൈ അങ്ങനെ നടാൻ പോവുകയാണ്. അങ്ങനെ ഇട്ട വള്ളത്തിൻ്റെ സൈഡിൽ കുഴി കുഴിച്ചിട്ട് നടുഭാഗം കുഴിച്ചിട്ട് തെങ്ങിൻ തൈ ഇറക്കി വെച്ചു. ഇനിയും ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇടുകയാണ്. ഈ മണ്ണ് നീക്കിയിടും. മണ്ണങ്ങനെ നീക്കിയിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തെങ്ങിൻ തൈ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തെങ്ങിൻ തൈ നടണം. പുതിയ തെങ്ങിൻ തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈയാണ്.